ഹലോ എവ്രി വൺ. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു പംകിൻ ഫെസ്റ്റ് കാണാൻ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അവിടുന്ന് ഞങ്ങളെടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ്. ഒക്ടോബർ മാസം ഇവിടെ ഹാലോവീൻ മന്താണ്. അപ്പം പംകിനും അതിനോട് ചേർന്നൊരു ഭയങ്കര ഒരു ക്രേസാണ് എല്ലാവർക്കും ഉള്ളത്. നല്ല രസമായിരുന്നു ഞങ്ങൾ ഈ ഫാം ഹൗസിൽ പോയത്. അതൊരു ഫാം ഹൗസ് കം അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള നല്ലതാണ്. പക്ഷേ അഡൽസിന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് അവിടുത്തെ ഒരു കോൺ ക്രിബാണ്. പിള്ളേർ ആ കോണിനകത്താണ് കയറിയിരിക്കുന്നത്. അതിനകത്ത് കാലെല്ലാം പോയിരിക്കുന്ന കോണിനകത്താണ്. അവർ ശരിക്കും അതിനകത്ത് എൻജോയ് ചെയ്യും. ഞങ്ങളും കാലൊക്കെ ഇട്ടിരുന്നു കേട്ടോ. ഇതൊരു ട്രക്ക് റേസിംഗ് ആണ് പിള്ളേർക്കുള്ളത്. അവർ സൈക്കിൾ ചോട്ടി പോയിട്ട് വരുന്ന പോലെ നല്ല ഇതായിരുന്നു. എൻ്റെ മോന് മുന്നിൽ പോയി എൻ്റെ ബ്രേക്കില്ലാതെ ഓടുന്ന എൻ്റെ മകൾ ഇതാ വരുന്നുണ്ട്. ആൾ ഞങ്ങൾ ഓർത്ത് ചെന്ന് ഇടിച്ചെന്ന്. ബട്ട് അവൾ എന്തായാലും അവസാനം ബ്രേക്ക് ഇട്ടു. അങ്ങനെ അവൾ ശരിക്കും എൻജോയ് ചെയ്തു. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ട്രക്ക് റേസ് എന്ന് പറഞ്ഞ്, കിഡ്സിൻ്റെ ട്രക്ക് റേസ്. പിന്നെ കുറച്ച് വലിയവർക്കൊക്കെ ഇരുന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ ഒത്തിരി ഏരിയാസ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊരു പംകിൻ ഹൗസിനകത്ത് ഞങ്ങൾ ഇരുന്നെടുക്കുന്ന ഫോട്ടോയാണ്. ഇത് അവർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതാണ് കോൺമേസ് ഏരിയ. അതിനകത്ത് കുറേ ഏരിയ നമുക്ക് ഇതിനകത്തൂടെ ഇങ്ങനെ നടന്നു പോകാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വഴി അങ്ങ് തെറ്റിപ്പോയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞങ്ങൾ പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ പോകാനും അതിനകത്ത് കുറച്ച് കോൺസൊക്കെ നിൽക്കുന്നതൊക്കെ കാണാനും ഒക്കെ ആയിട്ട്. ശരിക്കും പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യം ഹസ്ബൻഡ് ഭയങ്കര ഒരു ഇതായിരുന്നു, പക്ഷേ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളെല്ലാം ശരിക്കും ഒന്ന് എൻജോയ് ചെയ്തു കേട്ടോ. ഇതൊരു ക്ലൈംബിങ് ഏരിയ. എൻ്റെ മോൾ അതിനകത്ത് തുള്ളിച്ചാടാനൊക്കെ നോക്കുക. പക്ഷേ ഇത് ആക്ച്വലി ഇതൊരു പിള്ളേർക്ക് ക്ലൈംബ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സംഭവമാണ്. അതിനകത്ത് 2-3 പ്രാവശ്യം അവൾ മറിഞ്ഞടിച്ച് വീഴുകയൊക്കെ ചെയ്തു. പിന്നെ ഇത് ചെറിയൊരു ഡക്ക് റേസ്. നമ്മൾ പണ്ടത്തെ കുഞ്ഞുനാളിൽ ഹാൻഡ് പമ്പൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ അതിനകത്തൂടെ വെള്ളം വെച്ച് കുഞ്ഞു ഡക്കിനെ വെച്ചിട്ട് നമ്മൾ റേസ് ചെയ്യിക്കുന്ന ഒരു സംഭവം ഞാനും എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ കുറേ ഫോട്ടോഷൂട്ട്സ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ലൈറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഫോട്ടോഷൂട്ട് വിടത്തില്ലല്ലോ, അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു കുറച്ച് എൻജോയ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരും ഒക്കെ ആയിട്ട് പോയി. ജെം മൈനിങ്സ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ബബിൾസ്, ഇത് ബബിളിങ് ഏരിയ ആണ് കേട്ടോ. പിള്ളേർ ഇങ്ങനെ ബബിൾസ് ഇട്ടിട്ട് നല്ല വലിയ വലിയ ബബിൾസ് ഉണ്ടാക്കി. മോൻ നല്ല വലിയതുണ്ടാക്കി. പക്ഷെ അതിനുണ്ടാക്കിയ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതായത് നല്ല രസമാണ്. പിള്ളേർക്ക് ഭയങ്കര ഒരു ഫണ്ണാണ് കേട്ടോ അത് ചെയ്ത് വരുമ്പോൾ. അവർക്ക് ആ വലിയ ബബിൾസ് ഉണ്ടാക്കാൻ പറ്റുമ്പോഴത്തേക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജെം മൈനിങ്സ്. നമുക്ക് അവിടെ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സാൻഡ് കിട്ടും. ആ സാൻഡ് നമ്മൾ വെള്ളത്തിനകത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പം കുറേ എക്സ്പെൻസീവ് ഇങ്ങനെ പലതരത്തിലെ ജേംസ് കിട്ടും. നമുക്ക് അതിന് ഒരു ഷീറ്റൊക്കെ തരും. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ജേംസൊക്കെ ഏതൊക്കെ തരത്തിലെ എന്താണ് ആ ജേംസിൻ്റെ പേരും അതിൻ്റെ വെറൈറ്റി എന്താണ്, അതിന് സ്പെസിഫിക് ഉള്ള ഇതൊക്കെ നമുക്ക് അതിനുള്ള കാർഡ് തരുന്നുണ്ട് കേട്ടോ. അവർക്ക് അത്യാവശ്യം കുറേ ജേംസ് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ട്രക്ക് റൈഡ് ഉണ്ടായിരുന്നു, ട്രാക്ടർ റൈഡിൽ ഒരു സൈഡ് കോൺമേസിൻ്റെ ഏരിയയും മറ്റേ സൈഡിൽ ഫുള്ള് ഡാലിയ പൂന്തോട്ടമായിരുന്നു. പിന്നെ ആ ട്രാക്ടറിൽ പോകുന്നത് ഒരു ഫണ്ണായിരുന്നു. പിള്ളേർ ഇന്ന് വരെ അങ്ങനെ ട്രാക്ടറിലിരുന്ന് പോയിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു ഫൺ റൈഡായിരുന്നു ഞങ്ങൾക്കത്. അത്യാവശ്യം കുറേ അവർ ഓടിച്ച് എടുത്തുകൊണ്ട് വന്നു ഞങ്ങളെ. അപ്പം പിന്നെ ഇതിനകത്ത് കുറേ ലൈറ്റ്നിങ്, രാത്രിയിലൊക്കെ ഒരു ലൈറ്റ്നിങ്ങിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിന് നിൽക്കാനുള്ള നേരമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോരുന്നു. പിന്നെ ഇത് ഫണൽ കേക്ക് ലാസ്റ്റിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫണൽ കേക്കൊക്കെ വാങ്ങിച്ച് കഴിച്ച് എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിൽ